ഹായ് ഗേയ്സ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സൺഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ രാവിലെ എനിക്ക് നന്തൻകോട് വരെ ഒന്ന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ അമ്മച്ചി പിന്നെ വളരെ കൂതറയായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അവളെ കാണിക്കരുത് വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവളെ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നില്ല. അവളുണ്ടാക്കുന്ന ദോശ ഞാൻ കാണിച്ചുതരാം. കണ്ട, രാവിലെ ഇന്ന് ദോശയും കറി എന്തുവാ, ദോശയും സാമ്പാറുമാണ്. അപ്പം രാവിലത്തെ കാപ്പൂടിയും കഴിഞ്ഞിട്ട് നേരെ എനിക്ക് പിന്നെ നന്തൻകോട് വരെ പോകണം. നമ്മുടെ ബെല്ലക്കുട്ടന് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടതാ അവിടെ മാറി അവിടെ ഇരിപ്പുണ്ട്. കണ്ട, അവനെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് അതുവഴി പോകുന്ന ആളുകളെയൊക്കെ പേടിപ്പിക്കുക, വിരട്ടുക. അവരിങ്ങോട്ടെങ്ങാനും ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ആശാൻ തിരിഞ്ഞോടും. അതാണ് അവന്റെ ഏറ്റവും വലിയ കളി. അപ്പൊ അവിടെ ചെന്ന് കുരച്ച് ഞാനൊരു പട്ടിയാണ്, ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ളതൊക്കെ കാണിച്ചു തരിക. അപ്പൊ ആരെങ്കിലും റോഡിൽ കൂടെ അങ്ങോട്ട് പോയ ഉടനെ ഒറ്റ ഓട്ടോ ഇവിടുന്ന് നേരെ ഗേറ്റിന്റെ അവിടെ ചെല്ലും. അവരെ കുറച്ചൊന്ന് പേടിപ്പിക്കുന്നതായിട്ട് കാണിക്കും. അവരിങ്ങോട്ട് തിരിച്ചു പേടിപ്പിച്ച ആശാൻ ചാടി പരക്കകത്ത് കയറും. അതാണ് അവന്റെ പരിപാടി. അപ്പോ നേരെ കാപ്പ് പിടിച്ചിട്ട് നന്തൻകോട് വിടാം. അപ്പോ എൻലെസ് ജേണി ബൈ ദീപിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ നന്തൻകോട് എത്തി. നന്തൻകോട് ഞാനിപ്പോൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, എനിക്കൊരു 1 മണിക്കൂറത്തെ പരിപാടിയുണ്ട് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിൽ പോകണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വൈകിട്ട് കുറച്ച് പരിപാടികളുണ്ട്. വൈകിട്ട് ഒരു 3:30 ആകുമ്പോഴത്തേന് ഇറങ്ങണം. എനിക്ക് പാലോട് വരെ പോകണം. പാലോട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെ ഞാൻ നേരത്തെ വരുന്ന സമയത്ത് ഇവിടെ പണിയൊന്നും നടക്കുന്നില്ലായിരുന്നു. ഇവിടെ എന്തൊക്കെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ എൻ്റെ ബാക്ക് സൈഡിൽ വന്നുകൊണ്ടിരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് കയറാം. അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. ഗൈസ്, വൈകുന്നേരം അങ്ങനെ ഏകദേശം 5:20 കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടുന്ന് ഒരു 3:30 ഇറങ്ങിയതാ. നല്ല ദൂരമുണ്ട്, 4:30, 5:30, ഏകദേശം 1.25 മണിക്കൂർ എടുത്തു. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പാലോട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, അതായത് കൈതപ്പച്ച ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലാണ്. അടിപൊളി മനോഹരമായ പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നാ മഴയായിരുന്നു എന്നറിയാവോ. മഴയെന്നും പറഞ്ഞപ്പോൾ നല്ല കുത്തു മഴയായിരുന്നു. അതിന്റെ കൂട്ടത്തില് നല്ല കാട്ടുവഴി. ശരിക്കും ഇനിയിപ്പം രാത്രി അങ്ങോട്ട് പോകുമ്പോൾ എന്തായി തിരുവന്തോ. നല്ല മഴയെന്ന് പറയുമ്പോൾ നല്ല മഴയാണ്. ഞാൻ നനഞ്ഞു കുളിച്ച് ഒരു വഴിയായിട്ടാണ് വന്നത്. പക്ഷെ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. റെയിൻകോട്ട് ഇട്ടിട്ടൂടെ നല്ല മഴ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലേ അവിടെ കാട് വെട്ടുന്നേ, ഞാൻ മുമ്പ് കാണിച്ച ഒരു യന്ത്രം. അങ്ങനെ വളരെ ചെറിയൊരു അമ്പലമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശാസ്താവാണ് പ്രധാന പ്രതിഷ്ഠ. ശാസ്താവ്, പിന്നെ അതുപോലെ തന്നെ ഗണപതി, പിന്നെ അതുകൂടാതെ തന്നെ ദേവി, സുബ്രഹ്മണ്യം, ഇങ്ങനെ പിന്നെ മൊത്തം 1, 2, 3, 4 പ്രതിഷ്ഠകളാണുള്ളത്. വളരെ പിന്നെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. നല്ല ഗ്രാമീണ അന്തരീക്ഷമാണ്. ഞാൻ കാണിച്ചു തന്നില്ലേ, വളരെ ഗ്രാമീണമായ ഒരു അന്തരീക്ഷമാണ്. വളരെ ഭംഗിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വന്നത് ശരിക്കും ഇവിടെ വേറെ 2-3 കൂട്ടം ആവശ്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ക്ഷേത്രത്തിൽ പെട്ടെന്നൊരു മുട്ട് വന്നു. അപ്പോൾ ഞാനിവിടെ വേറൊരു ചേട്ടൻ്റെ വീട്ടിൽ ഒരാവശ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് ചേട്ടന് വയ്യാതായി. ഇവിടെ ക്ഷേത്രത്തിലെ ഒരു ആവശ്യം വന്നപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നാണ്. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. നല്ല പ്രകൃതി ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഉള്ള ഒരു ആൽമരം കണ്ടില്ലേ, അതൊരു പ്രത്യേക പ്രകൃതി ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു 7:15-7:30 നടയെല്ലാം അടയ്ക്കും. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നട അടച്ചതിന് ശേഷം, പൂജാകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ ക്ഷേത്രം ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. വളരെ ചെറിയൊരു ക്ഷേത്രമാണ്, പക്ഷെ നല്ല മനോഹരമാണ്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശാസ്താവ, അയ്യപ്പൻ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ഥലം വളരെ കുറവാണ്. ഇവിടെ യോഗീശ്വര മൂർത്തിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അതിന് ശ്രീകോവിലില്ല, പുറത്തായിട്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠയാണ്. ഞാൻ എന്തായാലും ഉള്ളിലെ പ്രതിഷ്ഠകൾ കാണിക്കത്തില്ല. ഇത് ദേവിയുടെ പ്രതിഷ്ഠയാണ്, ദേവിയുടെ ശ്രീകോവില്. ഇവിടെയാണ് സുബ്രഹ്മണ്യൻ.
വളരെ മനോഹരമെന്നും പറയപ്പെട നല്ല അടിപൊളി ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ആ ആൽമരവാ. എന്തൊരു വൈബ് എന്നറിയാം ഇവിടെ ഈ ആൽമരത്തിന്റെ. ശരിക്കും പറഞ്ഞ ആ ഒരു സാന്നിധ്യം തന്നെ ഈ പ്രദേശത്ത് മുഴുവൻ ഭയങ്കര ഭംഗിയാണ്. അത് നമുക്കെന്തായാലും ബാക്കി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോ പിന്നെ ഈ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. സത്യത്തിൽ ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഗൈസ്. പക്ഷേ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു കാട്ടു വഴിയാണിത് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഒറ്റ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ കാണിച്ചു തരാൻ, കണ്ടില്ലേ? ഇത് മൊത്തം കാട്ടു പ്രദേശമാണ്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ശരിക്കും. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കുറച്ച് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതല്ലാതെ വേറെ ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ഡേഞ്ചറസ് പിടിച്ച സ്ഥലമാണ്. ഞാൻ അധികം ഇവിടെ നിൽക്കുന്നില്ല. കണ്ടില്ലേ, ഇവിടെ മുഴുവൻ കുറ്റാക്കൂറ്റിരുട്ട്. എന്നാ ഞാൻ കാണിച്ചു തരാം. ഇത് മൊത്തം കാട്ടുവഴിയാണ്. അപൂർവമായിട്ട് വല്ലതും ഏതെങ്കിലും വണ്ടികൾ വന്നാൽ അത്രയായി. ഇത് പകൽ സമയത്ത് ഇത്രയും ഒരു ഫീലിങ്സ് നമുക്ക് തോന്നത്തില്ല, കാരണം വെട്ടമുള്ളത് കൊണ്ടേ. പക്ഷെ രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഫീലിങ്സ് തോന്നും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം. ഈ ഞാൻ പറയില്ലേ, മൂന്നാറിലൊക്കെ പോയിട്ട് നമ്മൾ ഈ കാന്തള്ളൂരൊക്കെ പോത്തില്ലേ, ആ ഒരു ഫീലിങ്സ്. ഗൈസ്, ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ കണ്ട ഒരു മാടന്തപുരം ക്ഷേത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആകെ ഈ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. ക്ഷേത്രമല്ല, അതിനിടയ്ക്ക് ഒരു ക്ഷേത്രം കൂടെ കണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ കുറച്ച് ആളും പേരൊക്കെ ഉണ്ട്. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അവിടുന്ന് ഞാൻ തിരിച്ച സ്ഥലത്തു നിന്ന് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം വളരെ വിജനമായ ഒരു വനപ്രദേശമാണ്. അപ്പോൾ അതിന് ഇടയിൽ ആകെപ്പാടെ ഇത്തിരി വെട്ടവും വെളിച്ചമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ക്ഷേത്രത്തിലേ ഉള്ളൂ. ഈ മാടന്തമ്പുരാൻ ക്ഷേത്രം എന്ന് പറയും. കണ്ടില്ലേ? അയ്യോ, ഇത് വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. മൊത്തം കുറ്റിക്കാടാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു മാടന്തമ്പുരാൻ ക്ഷേത്രമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇത് ക്ഷേത്രത്തിൻ്റെ കാണിക്കവഞ്ചിയും അതേപോലെ ഒരു നാഗപ്രതിഷ്ഠയും ഒരു ശിവലിംഗ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അയ്യോ, വളരെ വിജനമായ ഒരു പ്രദേശമാണ്. അപൂർവമായിട്ട് ഏതെങ്കിലുമൊക്കെ വണ്ടികൾ വന്നാലായി, അത്രമാത്രം. കാരണം ഞാൻ ഇതിൻ്റെ ഒരു വിജനമായ അവസ്ഥ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ടാണ്. കാരണം മറ്റിടത്ത് നിന്നപ്പോൾ നല്ല ഇരുട്ടല്ലായിരുന്നോ? അയ്യോ ഗൈസ്, കൊള്ളാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് വിടാം. കാരണം ഇനി ഏകദേശം എനിക്കൊരു 3 കിലോമീറ്റർ കൂടെ താണ്ടാനുണ്ട്, ആളും പേരും ഒക്കെ ഉള്ള സ്ഥലത്തോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തുനിന്ന് വിടാം. ഗൈസ്, ഞാനങ്ങനെ 4-5 കിലോമീറ്റർ താണ്ടി ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ താണ്ടി ഇപ്പോൾ പാലോട് ജംഗ്ഷനിലെത്തി. സത്യം പറഞ്ഞാൽ പാലോട് ജംഗ്ഷനിലെത്തിയപ്പോഴാണ് കുറച്ചെങ്കിലും മനുഷ്യവാസമുള്ള ഒരു സ്ഥലം കണ്ടെത്തിയത്. ഇപ്പോൾ ഇവിടെ മനോഹരമായൊരു പള്ളിയൊക്കെ ഉണ്ട്. പാലോട് ജംഗ്ഷൻ കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് മുന്നോട്ട് വന്നു. അപ്പോൾ ഇവിടെ മനോഹരമായൊരു പള്ളിയൊക്കെ ഉണ്ട്. ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, അടിപൊളിയൊരു പള്ളിയാണ്. ആഘോഷമൊന്നും നടക്കുന്നില്ല, പക്ഷേ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് സ്റ്റാറും അതുപോലെ ക്രിസ്മസ് ട്രീയും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മനോഹരമായൊരു പള്ളിയാണ്. അയ്യോ, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് പിന്നെ സമാധാനമായി. കാരണം ആളും പേരും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തിയല്ലോ. മറ്റേത് ഒറ്റ മാനും മാഞ്ചാടി ഇല്ലാത്ത സ്ഥലമായിരുന്നു എൻ്റെ അമ്മൂ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത റൂട്ട് പിടിക്കാം. അങ്ങനെ ഇളവട്ടം എന്ന് പറയുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ ഇവിടെ കയറി കുറച്ച് ദോശ കഴിക്കാമെന്ന് വെച്ചു. ദോശ കഴിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇടവട്ടം ഇല്ലേ? ഇളവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ. അപ്പോൾ ഒരു 4 ദോശ ഇപ്പം അങ്ങോട്ട് ചെല്ലുന്തോറും കടകളില്ലാതെ ഒരു നല്ല വിശപ്പാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് നമുക്കിനി യാത്ര പോകാം. എന്തോ മച്ചി? ഓ, ഇരുന്നിരിക്കാം. കൈ കഴുകുന്ന എവിടാ? വെളിയില്ല അല്ലേ? ആ, ശരി.
ഇത് വിറകടുപ്പിലല്ലേ? ആ, നല്ല വിറകടുപ്പിൽ നല്ല സൂപ്പറായിട്ട് ദോശ ഇട്ട് റെഡിയാക്കുക. നല്ല സൂപ്പർ ദോശയും രസവട, ചമ്മന്തി, സാമ്പാർ, മുളക് എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും കാര്യമായിട്ടൊരു പിടി പിടിക്കാം. അയ്യോ, അതെ, സൂപ്പർ ടേസ്റ്റ്, കൊള്ളാം. സത്യത്തിൽ ഈ വലിയ വലിയ ഹോട്ടലുകളിലെ ഒക്കെ കയറി കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്ന് പറയുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ തട്ടുകടകളാണ്. അങ്ങനെ ദോശയുടെ കൂട്ടത്തിൽ ഒരു കിടിലൻ കട്ടൻ കാപ്പി. കൊള്ളാം. ഇത് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ പഞ്ചസാര ഇടാതെ എടുത്തത്. ഇത് പഞ്ചസാര ഇടാത്ത കട്ടൻ കാപ്പി കരളിന് നല്ലതാണെന്നാണ് പറഞ്ഞത്. ഹേർട്ട് സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ലതെന്നാണ് പറയുന്നത്. അങ്ങനെ ഗംഭീര ഫുഡായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കാപ്പിയും കൂടെ കുടിച്ചിട്ട് അമ്മച്ചിക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് നേരെ വിടണം. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ചാറ്റമഴയുണ്ട്, മിക്കവാറും റെയിൻ കോട്ട് ഇടേണ്ടി വരും. മഴ പണി തരുന്ന ലക്ഷണമാണ്. വിജന ഭയാനകമായ ഒരു യാത്ര കഴിഞ്ഞ് അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. പിന്നെ അതും എൻ്റെ സ്വന്തം സ്കൂട്ടറില്. എന്തൊരു തെറ്റിയ ഇത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് വിജനവും ഭയാനകവുമായ എന്നാണ്. അതിന് ഞാൻ പുതിയൊരു വാക്ക് ഞാൻ മലയാളത്തിൽ ചേർത്തു. എന്താ, വിജന ഭയാനകമായ ഒരു യാത്ര. പുതിയ ഡിക്ഷണറിയിൽ അത് ചേർത്താൽ മതി. എന്തായാലും ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ യാത്രയായിരുന്നു. അയ്യോ, ഈ സ്കൂട്ടറിലായതുകൊണ്ടേ കാഴ്ചകളും ഒക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു യാത്ര. പക്ഷേ അങ്ങോട്ട് പോയപ്പോഴേ ഒരു സ്വല്പം കഷ്ടപ്പെട്ടു. നല്ല മഴയൊക്കെ പെയ്ത് പിന്നെ റെയിൻകോട്ടും ഒക്കെ ഇട്ട്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാലേ എനിക്ക് സത്യത്തിൽ അങ്ങോട്ടുള്ള വഴി അറിയത്തില്ലായിരുന്നു. അവസാനം പിന്നെ അവിടെ നിന്ന് എനിക്ക് ഗൂഗിൾ മാപ്പിൽ വഴിയൊക്കെ ഇട്ട് തന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ പകുതി ആയപ്പോഴത്തേനും ഭയങ്കര മഴ. അവസാനം എന്ത് ചെയ്തു, ഞാൻ പണ്ട് വീഗാലാൻഡിൽ പോയപ്പം നമ്മൾ കഴുത്തായിട്ടുണ്ട് പിന്നെ വെള്ളത്തിൽ ചാടുന്ന ഒരു മൊബൈൽ നനയാതിരിക്കാൻ വേണ്ടി മൊബൈൽ ഇടാൻ വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ടൊരു സംഭവം തരുമല്ലോ, കവറ്. അപ്പോൾ ആ കവറിനകത്തൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ഞാൻ കണ്ടില്ലേ, ഇത് ഞാൻ പിന്നെ ഇതിൽ നിന്ന് വരുത്തിയതാണ്. കണ്ട ഇത് ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആണെന്നൊന്നും അറിയത്തില്ല, ഏതിൽ നിന്നോ ഞാൻ ഓൺലൈനായിട്ട് വരുത്തിയ ഒരു സാധനമാണ്. അപ്പോൾ അത് മൊബൈൽ ഹോൾഡറാണ്. ആ സാധനത്തിൽ ആ കവർ കയറ്റിയിട്ടിട്ട് അതും ഫിറ്റ് ചെയ്ത് അതും കൊണ്ടാണ് ഞാൻ നേരെ പോയത്. പകുതി വഴിയായപ്പോഴത്തേനും റെയിൻകോട്ടും ഒക്കെ ഇട്ട് നനഞ്ഞ് കുളിച്ച് റെഡിയായി. റെയിൻകോട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് അത്രയും നനഞ്ഞില്ല, എങ്കിലും മൊത്തത്തിൽ കുളമായിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പം ചെറിയ ചാറ്റമഴ, ചാറ്റലില്ല, ചെറുതായിട്ട് പൊഴിയുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും കുറേ ഭാഗങ്ങളിലൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോരാൻ പറ്റി. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒട്ടും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്തോടുള്ള യാത്രയായിരുന്നു. ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം. അപ്പോൾ അത് മാത്രമേ ഉള്ളായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളൊരു കുഴപ്പം. അപ്പോൾ
ഇന്നത്തെ വീഡിയോ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെത് ഇവിടെ ചേർത്തുന്നു. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.